ചങ്ങായിമാരെ, ഇന്ന് ഞാൻ പാറക്കൽ ബോട്ട് ജെട്ടി കാണാൻ വന്നതാണ്. ഇതിന് മുന്നേയും വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചങ്ങായിയും കൂടെ ഉള്ളതുകൊണ്ട് ഇവിടത്തേക്ക് വന്നതാണ് കുറച്ച് സമയം ഇരിക്കാൻ. അപ്പോൾ ഇത് കണ്ട, ഇവിടെ തുരുമ്പിച്ച ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോട്ട് കെട്ടിയിടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം അതൊക്കെ നല്ല പവർ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ തുരുമ്പിച്ചാൽ അത് എപ്പോൾ ഇളകി വന്നെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെയും ബോട്ട് അടുപ്പിക്കേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അവർ നെട്ട് നോക്കുമ്പോൾ അത് തുരുമ്പിച്ച കാണുന്നത്. ഇതൊക്കെ തുരുമ്പിച്ചാൽ അങ്ങനെ പെട്ടെന്ന് ദ്രവിച്ച് ഇളകി പോവുകയാണ് ചെയ്യുക. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇനി ഒരു തെങ്ങും അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് കാണുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻ്റ് ആണെന്നാണ് കേൾക്കുന്നത്. അത് സർക്കാരിൻ്റെ തന്നെയാണ്. അത് പകുതി പണിയാക്കി വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നോക്കുമ്പോൾ അതൊക്കെ തുരുമ്പെടുത്തിട്ട് ആകെ നശിച്ചു പോകും. അതൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. ടൂറിസമൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ നല്ല കാറ്റാണ്. അപ്പോൾ ഇരിക്കാൻ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ് വരുന്നത്, നല്ല ഗേറ്റൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാപ്പിനിശ്ശേരിയിൽ നിന്ന് ബാങ്ക് റോഡ് വഴി അങ്ങനെ പോയാൽ മതി. അവിടെ ഉള്ളത് എൻ്റെ വണ്ടിയാണ്. ഞാനും ചങ്ങായും കൂടി വന്നതാണ്. ഇവിടെയാണ് പാറക്കൽ ബോട്ട് ജെട്ടി പാപ്പിനിശ്ശേരി. ഈ സോളാർ ലൈറ്റൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, കത്തുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. രാത്രി നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല. എന്തായാലും കത്തുമായിരിക്കും. അത് ആദ്യം വെച്ച ടൈമിൽ കത്തുമായിരിക്കും. പിന്നെ സോളാർ ആയതുകൊണ്ട് നോക്കണ്ട. അപ്പോൾ സംഭവം ഇങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ ഈ ഒരു ബോട്ട് ജെട്ടി എല്ലായിടത്തും ഇതേപോലെ തന്നെ കൺസ്ട്രക്ഷനാണ്. അത് അവിടെ ഇരിക്കുന്നത് എൻ്റെ ചങ്ങായിയാണ്. അപ്പോൾ പഴയ ബോട്ട് ജെട്ടിയാണ് ഇത് വരുന്നത്. ഈ ഒരു കോൺക്രീറ്റിൽ ചെയ്തത്. അപ്പോൾ അവിടെ കണ്ട ഒരു ഉണ്ട സാധനം എന്ന് പറയുന്നത് ബോട്ട് കെട്ടിയിടുന്നതാണ്. അതാണ് തോന്നുന്നത്. ഇവിടെയൊന്നും അങ്ങനെ ആഴം കാണുന്നില്ല. പക്ഷേ അങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കിയാൽ പക്ക ആഴമാണ്. അവിടത്തേക്കൊന്നും ചാടിയിട്ടുണ്ടെങ്കിൽ ആളെ കിട്ടില്ല. കാരണം വളവട്ടണം പുഴയാണ്, ഏറ്റവും ആഴമുള്ള പുഴയാണ് പറശ്ശിനിപ്പുഴ. അപ്പോൾ ഇത് ഈ ഒരു തെങ്ങ് കുഴിച്ചിട്ടില്ല. ഇത് എന്തിനാമോ കെട്ടാനാമോ ഒന്നും അറിയില്ലേ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ആഴമുള്ള പുഴയാണ്. കുറച്ച് നേരത്തെ ബോട്ട് വന്നിട്ട് പോയതേ ഉള്ളൂ. ബോട്ടിന് തന്നെ അത്യാവശ്യം ഭയങ്കര ആഴം. അപ്പോൾ എന്നെ കണ്ടിട്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ട. എൻ്റെ ഈ ഫോണിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് ഞാൻ എടുത്തൊരു സെൽഫി വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ ചങ്ങായി ഇപ്പോൾ ഇത് കണ്ടാൽ ഓരോന്ന് പറയും, അവൻ ഫോണിലായതുകൊണ്ടാണെന്നൊന്നും പറയാത്തത്. അപ്പോൾ സെൽഫി വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു മൊബൈലിനനുസരിച്ചൊന്ന് എടുത്തത്.